Hello everyone, welcome to Riles Academy. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളത്. ഓക്കെ, ടീച്ചിങ് എക്സാംസിന്റെ PYQസുകളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ്സ് മാത്രമേ ഈ ഒരു സെക്ഷനിലുള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോയില് എന്താണ് ഹെറിഡിറ്റി, എന്താണ് എൻവയോൺമെന്റ്, അതുമായി ബന്ധപ്പെട്ടതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡിഫറെന്റ് ലോസ് ഓഫ് ഹെറിഡിറ്റി ഉണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ലോസും നമ്മൾ വളരെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എഡീഷണലി ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഈ ടോട്ടൽ 4 കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അഡീഷണലി സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാകാനും വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഐ എം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, റൈറ്റ്? എന്താണ് ഹെറിഡിറ്റി? ഹെറിഡിറ്റി വാട്ട് ദി ചൈൽഡ് ഗെറ്റ്സ്, അല്ലെ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഹെറിഡിറ്റി എന്ന് പറയാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഡിഫൈൻ ചെയ്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ബേസിക്സ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക്, കാരണം എല്ലാത്തിനും ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ദി ചൈൽഡ് എക്സ്പീരിയൻസ്, അല്ലെ? ഒരു കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് കിട്ടുന്നതും ആ കുട്ടിയുടെ ചുറ്റുപാടും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു ഹെറിഡിറ്റി പ്ലസ് എൻവയോൺമെന്റ് ആണ്, അഥവാ P is equal to H into E എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹെറിഡിറ്റി എന്ന് വളരെ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദി ട്രാൻസ്മിഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരന്റ്സ് ടു ദെയർ ചിൽഡ്രൻ ത്രൂ ജീൻസ്, അല്ലെ? അപ്പോ ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ട്രാൻസ്മിഷൻ ആണ്. എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരിൽ നിന്ന് ആരിലോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? പാരന്റ്സിൽ നിന്ന് അത് ചിൽഡ്രൻസിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന ഈ ഒരു ട്രാൻസ്മിഷൻ. അത് ഫിസിക്കലും ഉണ്ട്, സൈക്കോളജിക്കൽ ട്രാൻസ്മിഷനും സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്? ജീൻസ് വഴിയാണ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പോ ജീൻസിലൂടെ അല്ലെങ്കിൽ ജീനിലൂടെ എന്താണ് ഈ പറയപ്പെടുന്ന സൈക്കോളജിക്കലും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് കുട്ടികളിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടിയാണെന്നുള്ളതാണ്. ഓക്കെ, എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് certain characteristics such as height, body structure, skin color, ഐ കളർ ആൻഡ് ഹെയർ ടൈപ്പ് ഫ്രം ബയോളജിക്കൽ പാരന്റ്സ്, അല്ലെ? അപ്പൊ ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, ഈ ട്രാൻസ്മിഷൻ നടക്കുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന, അല്ലെ? കുട്ടികളുടെ ഹൈറ്റ്, കുട്ടികളുടെ ബോഡി സ്ട്രക്ചർ, കുട്ടികളുടെ സ്കിന്നിന്റെ കളറ്, കുട്ടികളുടെ കണ്ണിന്റെ കളർ, ഐ കളേഴ്സ്, അതുപോലെ തന്നെ ഹെയർ ടൈപ്പ്, ഇതെല്ലാം എന്താണ്, പാരന്റ്സിൽ നിന്ന് ഈ പറയപ്പെടുന്ന ചിൽഡ്രൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സുകളാണ്. ഓക്കെ, heredity also provides a biological basis for certain psychological characteristics including intelligence, temperament, personality traits and specific abilities. Okay, ഇതിന്റെ കൂടെ ഈ പറയപ്പെടുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സിന്റെ കൂടെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അതായത് ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സുകൾ, കുട്ടികളുടെ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയപ്പെടുന്ന ഹെറിഡിറ്റിയിലൂടെ കുട്ടികളിലോട്ട് പാരന്റ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ജീൻ ആർ ദി ബേസിക് യൂണിറ്റ്സ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമോസോംസ്. ഓക്കെ, അപ്പൊ അത് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ്, അല്ലെ? ഫാദർ ആൻഡ് മദറിൽ നിന്നാണ് ജീൻസ് പാസ്ഡ് ഫ്രം പാരന്റ്സ്, അതിലൂടെയാണ് ഒരു കുട്ടിക്ക് എന്താണ് ചിൽഡ്രൻസ് ഇൻഹെറിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരന്റ്സ് എന്നുള്ളത്. ഓക്കെ,
ഇതാണ് ഹെറിഡിറ്റിയുമായി ബന്ധപ്പെട്ട അതിന്റെ ബേസിക് ഡെഫിനിഷന്റെ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഹെറിഡിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹ്യൂമൻ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻഷ്യൽ. അപ്പൊ ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹ്യൂമന്റെ ഗ്രോത്തിനും അവരുടെ ഡെവലപ്മെന്റിനും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിനും വലിയ രീതിയിലുള്ള പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ഹെറിഡിറ്റി വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, children may inherit different levels of potential for intelligence, creativity, musical ability, athletic ability and other characteristics. അല്ലെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉള്ളത്. മ്യൂസിക് എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ അത്ലറ്റിക് എബിലിറ്റി, ഈ പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈ പറയുന്ന ഹെറിഡിറ്റി വഴി കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഹൗഎവർ ഹെറിഡിറ്റി ഡസൻ കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ എ പേഴ്സൺസ് ഡെവലപ്മെന്റ്. ഓക്കെ, എന്ന് വിചാരിച്ച് ഹെറിഡിറ്റി മാത്രമല്ല ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളത്. ഓക്കെ, ഹെറിഡിറ്റി ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അത് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അത് ചെറിയൊരു പോർഷൻ മാത്രമാണ് ഹെറിഡിറ്റി ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ പങ്ക് വഹിക്കുന്നത്. ഓക്കെ, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ദി എൻവിറോൺമെന്റ്, ഇനി നമുക്ക് ഹെറിഡിറ്റി അതിന്റെ കൂടെ നമുക്ക് വേറൊരു ഫാക്ടറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? എൻവിറോൺമെന്റ് ആണ്, അല്ലെ. ദി എൻവിറോൺമെന്റ് ഇൻക്ലൂഡിങ് ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, ഫാമിലി, സ്കൂൾ, കൾച്ചർ ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസസ്, ഈ പറയപ്പെടുന്നതൊക്കെ എന്താണ്? എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഹെറിഡിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, thus two children with similar genetic potential may develop differently because of difference in their environmental experiences, അല്ലെ. അപ്പോ നമ്മളെ ജെനറ്റിക്സിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടായാലും എന്തില്ല, അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല, അൺലെസ് എന്താണ് ആ കുട്ടിയുടെ എൻവയോൺമെന്റ് പക്കയാണ് എന്നുണ്ടെങ്കിൽ. കാരണം ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ, റൈറ്റ്? അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഹെറിഡിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഹെറിഡിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, മോർ ദൻ ഇനഫ് ആണ്. ഓക്കെ, അപ്പൊ ബേസിക്സ് ആയിട്ടുള്ള അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്രധാനമായിട്ട് ലോ ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ലോ ഓഫ് ഹെറിഡിറ്റി? അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലോസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലോ ഓഫ് ഹെറിഡിറ്റി മീൻസ് ദ റൂൾസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ട്രേറ്റ്സ് ആർ പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ദിയർ ചിൽഡ്രൻസ് ത്രൂ ജീൻസ്, അല്ലെ. അപ്പൊ ഇവിടെ പാരന്റ്സ് ഉണ്ട്, ഓക്കെ, എക്സ് വൈ, ഇവരിലൂടെ എന്താണ് ജീനിലൂടെ ഇവിടെ കുട്ടികളിലോട്ട് എന്താണ് ഈ പറയപ്പെടുന്ന പിന്നെ ഒരുപാട് ട്രേറ്റ്സുകൾ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലോ ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോ ഓഫ് ഹെറിഡിറ്റിയിൽ സംഭവിക്കുന്ന ഒരുപാട് ഈ പറയപ്പെടുന്ന റൂൾസുകൾ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പ്രധാനമായിട്ട് 3 ലോസ് എന്തൊക്കെയാണ്? ഒന്ന് ലോ ഓഫ് ഡോമിനൻസ് ആണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ ലോസുകളൊക്കെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഒന്നെന്താണ് ലോ ഓഫ് ഡോമിനൻസ്? നമുക്ക് എന്താ ഫസ്റ്റ് നോക്കാം. ദി ലോ ഓഫ് ഡോമിനൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് when a child inherits 2 different form of gene from a particular trait, the dominant trait is expressed while the recessive trait may remain hidden. കൺഫ്യൂഷൻ വേണ്ട, ഞാൻ എല്ലാത്തിനും കൂടി എക്സാമ്പിൾസ് കൊടുക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇത് സുപരിചിതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എക്സാമ്പിളിലോട്ട് വരിക. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് എ ഡോമിനന്റ് ജീൻ for brown eyes from one parent and a recessive gene for blue eyes from the other parent, the child may have brown eyes, അല്ലെ. ഒരു കുട്ടിയുടെ ഐന്റെ കളറ് രണ്ട് ജീൻസുകൾ തമ്മിൽ വരികയാണല്ലേ. ഒന്ന് മദറിന്റെയും അതുപോലെ തന്നെ ഫാദറിന്റെതും. ഓക്കെ, അപ്പൊ ഫാദറിന്റെ ജീനാണ് അവിടെ ഡൊമിനന്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാദറിന്റെ ബ്രൗണും മദറിന്റെ ബ്ലൂവും കൂടി വന്നു കഴിഞ്ഞാല് അവിടെ ഏതാണോ ഡൊമിനന്റ് ആ ഡോമിനന്റ് ആയിട്ടുള്ള ജീനാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യുക കിട്ടുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു ഫാദറിന്റെ എ എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക, ഡോമിനന്റ് ജീൻസ് എ, സ്മോൾ ലെറ്റർ എ എന്ന് പറയുമ്പോൾ എന്താണ് അത് റെസസീവ് ആയിട്ടുള്ള, അതായത് ഡോമിനന്റ് അല്ലാത്ത ജീനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കുട്ടിക്ക് എന്താണ് ഒരു എയും ഒരു ഡോമിനന്റ് ആയിട്ടുള്ള എയും അതുപോലെ തന്നെ റെസസീവ് ആയിട്ടുള്ള എ കിട്ടണം. അപ്പൊ ആ കുട്ടിയുടെ ഐ കളർ എന്തായിരിക്കും? ഈ എ ആയിരിക്കും. അതായത് ഡോമിനന്റ് ജീനാണ് എന്ത് ചെയ്യുക, ഡോമിനന്റ് ജീനാണ് ഒരു കുട്ടികളിലോട്ട് എന്ത് ചെയ്യുക പാസ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ പാസ് ചെയ്തതിൽ ഡോമിനന്റ് ആണ് കുട്ടികളുടെ പിന്നെ ഫോർമേഷന്റെ സമയത്ത് അതാണ് എന്ത് ചെയ്യുക അവിടെ പങ്ക് വഹിക്കുക എന്നുള്ളതാണ്. മറ്റതിനെ അവിടെ ഒഴിവാക്കും. ഓക്കെ,
അപ്പോൾ അതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്നുള്ളത്. ഓക്കെ, വെൻ എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് 2 ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻസ് ഫോർ എ പെർട്ടിക്കുലർ ട്രേറ്റ്. ഇപ്പൊ കണ്ണിന്റെ കളറാണ് ഇവിടെ പെർട്ടിക്കുലർ ട്രേറ്റ് വരുന്നത്. ദ ഡോമിനന്റ് ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ റെസസീവ് ട്രേറ്റ് മേ റിമെയിൻ ഹിഡൻ. അല്ലെ, അപ്പൊ ഡോമിനന്റ് ആയിട്ട് കിട്ടിയുള്ള ട്രേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് എക്സ്പ്രസ് കാണാൻ വേണ്ടി പറ്റുക. അതേ സമയത്ത് എന്താണ് റെസസീവ് ആയിട്ടുള്ള ട്രേറ്റ് എന്താണ് അവിടെ നമുക്ക് കാണൂല, അത് റിമെയിൻ ഹിഡൻ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ റെഡിൽ കൊടുത്ത എന്താ പറയുക, നിങ്ങൾക്ക് സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്, ഏറ്റവും ഷോർട്ട് ആയിട്ടാണ്. When 2 different traits come together, the dominant trait is expressed in the child. ഒറ്റ വരി നിങ്ങൾക്ക് ബുക്സിൽ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ്. ഓക്കെ, ദ ലോ ഓഫ് സെഗ്രിഗേഷൻ സ്റ്റേറ്റ് ദാറ്റ് 2 genes responsible for a particular characteristics separates during the formation of reproductive cells and the child receives 1 gene from each parent. Okay, നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം, അതിന്റെ ഡെഫിനിഷനോട്ട് വരാം കേട്ടോ. A parent may carry genes for both tall and short. But when passing genes to child, only one of these genes is passed through the reproductive cell. അല്ലെ, അതായത് ഒരു പാരന്റ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഫാദർ. ഓക്കെ, ഫാദറിന്റെ ജീനിൽ എന്താണ്, പിന്നെ ഷോർട്ട്